നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ മുഖം കാണാൻ കഴിഞ്ഞത് ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റുകയാണ്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ ശുശ്രൂഷയിലേക്ക് കടക്കാം. ഞാൻ നീണ്ട 28 വർഷമായിട്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് സഭകളിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയ സമയം മുതൽ ഞാൻ കരയാൻ തുടങ്ങിയതാണ്. അത്രയ്ക്കും ദൈവസാന്നിധ്യം ഈ ഹാളിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചിലയിടത്തൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഒട്ടും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. പക്ഷേ പ്രാർത്ഥിച്ചു തുടങ്ങിയ മുതൽ വർഷിപ്പിൻ്റെ ടൈം മുതൽ കർത്താവിൻ്റെ ദാസൻ്റെ കർത്താവിൻ്റെ മേശകൾ അങ്ങനെ നിരവധി ശുശ്രൂഷകൾ ഒരനുഗ്രഹമായി തീർന്നു എന്നുള്ളത് ഞാനിവിടെ വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ആമേൻ, ഓരോ സഭകളുടെ ഓരോ സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ സഭയെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നയിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ബ്ലസ്സിനെയൊക്കെ വിളിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു തലമൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ആത്മീയ കാഴ്ചപ്പാടും ആ വെളിപ്പാടുമുള്ളവർക്ക് മാത്രമേ അങ്ങനെ കഴിയൂ. അപ്പോൾ തന്നെ ശക്തമായ ഒരു വർഷിപ്പ് ദൈവത്തമ്പുരാൻ നമുക്ക് നൽകി തന്നു. വളരെ ഷോർട്ടായിട്ട് ഇത്രയും പേർക്ക് കർത്താവിൻ്റെ മേശയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവിൻ്റെ ദാസന ശുശ്രൂഷ നിർവഹിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഈ സഭയെക്കുറിച്ച് പങ്കുവെക്കാനുണ്ട്. ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് പല ഭാഷകളിലുള്ള ആരാധനകളുണ്ട്. എന്നാൽ മലയാളത്തിൽ മാത്രം ഈ സെക്ഷൻ ക്രമീകരിച്ചതിന് പ്രത്യേകം ഈ സഭയ്ക്ക് അഭിനന്ദനം. ഞാനൊരു ചർച്ചിൽ ചെന്നപ്പോൾ 4 ഭാഷകളിലാണ് പരിഭാഷ ചെയ്തത്. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ആ ജനത്തിൻ്റെ അവസ്ഥ, പ്രസംഗിച്ചതിൻ്റെ അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ട്. ആമേൻ. നമ്മുടെ യുവതലമുറകൾക്ക് വേണ്ടി ഇംഗ്ലീഷ് വർഷിപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ തലമുറകൾ മലയാളം കൂടെ എന്ത് ചെയ്യണം, അറിയണം. ആമേൻ. എല്ലാ നിലയിലും ഒത്തിരി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ നിലയിലും ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിലെ ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക് ഈ സഭയെ ഞാൻ ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ്. ദൈവത്തമ്പുരാൻ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് മഹനീയം ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായ ഞങ്ങളേവരും ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് CC തോമസ് സാറ് ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ടായി ചുമതല ഏറ്റെടുക്കുവാൻ പോകുന്നു. അസിസ്റ്റന്റ് ഓവർസിയർ, മറ്റുള്ള കൗൺസിൽ മെമ്പേഴ്സ് ഉൾപ്പെടെ അവർക്കെല്ലാവർക്കും പരിചയമുള്ള അറിയുന്ന ഒരു അഭിഷക്തനാണ് നിങ്ങളുടെ ദേവദാസൻ ബിജു പാസ്റ്റർ അവറുകൾ. ഈ പ്രാവശ്യം ഞാൻ ഇവിടെ രാജ്യത്തേക്ക് വരുമ്പോൾ പ്രത്യേകം ബഹുമാനപ്പെട്ട സൗത്ത് ഏഷ്യൻ സൂപ്രണ്ട്, മറ്റുള്ള കൗൺസിൽ മെമ്പേഴ്സ് പ്രത്യേക അന്വേഷണം കർത്താവിൻ്റെ ദാസനോട് അറിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സഭയിൽ പ്രത്യേകം ഞാൻ വന്ദനം അറിയിക്കുന്നു. ആമേൻ. വളരെ ഊർജ്ജസ്വലതയോടെ ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി ഇവിടുത്തെ വർഷിപ്പൊക്കെ പല ലൈവുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളും ശുശ്രൂഷകളുമാണ് കർത്താവിൻ്റെ ദാസന് ദൈവം നൽകിയ കാഴ്ചപ്പാട്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ കേരള സ്റ്റേറ്റിൻ്റെ രീതി അനുസരിച്ച് ഒരു 3-4 ചർച്ച ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സെൻട്രൽ പാസ്റ്റർ ആക്കും. പക്ഷെ ഇവിടുത്തെ ലിസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 9 സഭകൾ അദ്ദേഹത്തിനുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കീഴിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ. സ്തോത്രം. എങ്കിലും അദ്ദേഹം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയിൽ ശുശ്രൂഷിക്കുന്നു. ഞങ്ങൾക്കറിയാം, വളരെ ഒരു ഭാവി വാഗ്ദാനമാണ് ദൈവസഭയ്ക്ക്, പ്രത്യേകിച്ച് UK മാത്രമല്ല ചർച്ച് ഓഫ് ഗോഡിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട
ഒരു വരദാനമാണ് ഞങ്ങളുടെ ബിജു പാസ്റ്റർ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെയും ഇവിടെ അനുഗ്രഹിക്കട്ടെ. രൂപേൻ്റെ കൂടെയാണ് ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്ത് വന്നത്. തൻ്റെ മകനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലരെയും ദൈവത്തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാസ്റ്റർ സോണി സി ജോർജ് അവറുകൾ, പ്രിയ പാസ്റ്റർ ബ്ലസൻ സാജൻ സോജൻ, അതുപോലെ തന്നെ പാസ്റ്റർ ബ്രൈറ്റ് എബ്രഹാം, പാസ്റ്റർ ഫെലിക്സ്, എല്ലാവരും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്തു. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ്. ആമേൻ. കൊയർ ടീമിലെ എല്ലാ അംഗങ്ങളും ചിലയിടത്തൊക്കെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായിരിക്കും, പക്ഷേ വളരെ ഭക്തിയോടെ കണ്ണുകളടച്ച് ആത്മാർത്ഥമായി പാടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് പരിചയമുള്ള ചർച്ച് കൂടിലെ ഒത്തിരി സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ പേരെടുത്ത് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതൻ പ്രിയ പാസ്റ്റർ ജിബിൻ എബ്രഹാം അവറുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് അഭേദ്യമായ ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കാനിടയായിട്ടുണ്ട്. ഫിൽജിച്ചാൻ എന്നറിയപ്പെടുന്ന എബ്രഹാം ഫിലിപ്പോസ് അവറുകൾ ദൈവസഭയ്ക്ക് ഏറ്റവും മറക്കാനാവാത്ത ദിനങ്ങളാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ആദ്യത്തെ ചർച്ചായിട്ട് ശുശ്രൂഷിക്കുന്നത് ആ മണ്ണന്തല സഭയാണ്. ആ കുടുംബത്തെ ഒരിക്കലും മറക്കാനാവില്ല. ആ ഫാമിലി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ആമേൻ ഇവിടെയുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്ര പ്രിയ ബ്രദർ റോയ് കോന്നി ഉണ്ടോ, വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിച്ചതിൻ്റെ ഫലമായി ഒത്തിരി തിരക്കിലാണ് അദ്ദേഹം. ഇന്നും അദ്ദേഹം എൻ്റെ കൂടെ ഇവിടെ ആരാധനയ്ക്ക് ഉണ്ടാകുമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനാണ്. അതുപോലെ തന്നെ കൊട്ടാരക്കര ചർച്ച് കൂടിലെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ പ്രിയ ബ്രദർ എബി ആൻഡ് ഫാമിലി, അതുപോലെ ബ്ലസൻ ആൻഡ് ഫാമിലി ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. മല്ലപ്പള്ളി ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ ബ്ലസനെ ഓർത്ത്, അവരുടെ ഫാമിലിയെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവസഭയ്ക്ക് വേണ്ടി ഏറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റത്തുകാല ഫാമിലിയുടെ ഒരു ജോൺസൺ മറ്റത്തുകാല ദൈവദാസൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ജോൺസൺ പാസ്റ്ററിൻ്റെ കൂടെ പഠിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. മകന് വന്നിട്ടുണ്ടോ? ഓക്കെ. അദ്ദേഹത്തിൻ്റെ ജോൺസൺ പാസ്റ്ററിനോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കല്യാണം കൂടെയാണ് ഇവരെ ദിവസങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ആൺമക്കളാണ്. രണ്ട് ആൺമക്കളുടെയും കല്യാണം ചേർന്നാണ് നടക്കാൻ പോകുന്നത്. ഒരുമിച്ചാണ്, ഒരു വേദിയിൽ വെച്ചാണ് രണ്ട് കല്യാണം നടക്കാൻ പോകുന്നതിൽ ഒത്തിരി ഒത്തിരി അധികമായി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സ്തോത്രം നമ്മുടെ പ്രിയ റിനോജനെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവരെല്ലാം ചർച്ച് കൂടിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഒരു കൂട്ടായ്മ അവരുമായി തന്നതിൽ അതിയായി സന്തോഷമുണ്ട്. എനിക്ക് ഭാര്യ, 3 മക്കൾ. ദൈവകൃപയിൽ ആശ്രയിച്ച് മൂത്ത മകൻ മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ +2-നാണ്. മൂന്നാമത്തെ മകൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3 ആൺമക്കളെയാണ് ദൈവം എനിക്ക് നൽകിയത്. കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്ന ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കേന്ദ്രീകരിക്കാം. സർവശക്തനായ ദൈവം നമ്മോട് ഇടപെടട്ടെ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹം എന്നെയും തേടി വന്നോ, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാനപാത്രവുമാ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, പാത്രവുമാ. സ്നേഹമാം ദൈവം
നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. കുരിശിൽ നിന്നും ആഞ്ഞൊഴുകിയിടും ദൈവ സ്നേഹത്തിൽ വൻ കൃപ. ഒരിക്കൽ കൂടെ ക്രൂശിൽ നിന്നും ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹ സാഗരമാ ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹ സാഗരമാ വളരേണമേ. ഞാനോ കുറയേണമേ. ആ കരങ്ങൾ ഉയർത്തി സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. വളരേണമേ. ഞാനോ കുറയേണമേ. ഞാനോ കുറയേണമേ. ഞങ്ങളുടെ അൻപിൻ പരലോക പിതാവേ, അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കർത്താവില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത പാലും തേനും ഒഴുകുന്ന ദേശത്തെക്കാൾ അങ്ങയുടെ സാന്നിധ്യം നിറയുന്ന മരുഭൂമിയാണ് ഞങ്ങൾക്കേറെ നല്ലതപ്പാ. തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ പർവ്വതങ്ങൾ നിന്റെ മുമ്പിൽ ഉരുകുവാൻ തക്കവണ്ണം അങ്ങ് ആകാശം കീറി ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയായി. ഹല്ലേലൂയ, അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ ജനത്തെ കർത്താവ് തൊടുന്ന പകലാകിയാൽ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവർ എന്ത് ഭാരത്തോടെ വന്നോ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ലപ്പാ, എന്നാൽ അങ്ങേക്ക് നന്നായിട്ട് അറിയാം. ഇവരെ ഒന്ന് ഫ്രീ ആയിട്ട് അയക്കണമേ കർത്താവേ. ഇവരുടെ ഭാരങ്ങൾ മാറി പോകട്ടെ അപ്പാ. ഇവരുടെ മേൽ ദൈവ അനുഗ്രഹങ്ങളെ പകരണമേ അപ്പച്ച. സ്വർഗം കടാക്ഷിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 50, 51, 52, 53. യെസ്. മതി. സ്തോത്രം. കിളിവേൽ
ചർച്ച് ഓഫ് ഗോൾഡിലെ പ്രിയ ജോസ് ബ്രദറിനെയും ഫാമിലിയെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ വരുമ്പോൾ 3 കാര്യത്തിനാണ് നമ്മൾ കരയുന്ന. 3 കാര്യങ്ങൾക്ക്. ഒന്നാമത്തെ കണ്ണുനീരെന്ന് പറയുന്നത് ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ നമുക്ക് കരയാനേ ഉള്ളൂ നേരം. ഇത്രത്തോളം കൊണ്ടുവരാൻ നമുക്ക് വലിയ കഴിവും മിടുക്കുള്ളത് കൊണ്ടല്ല, ദൈവതമ്പുരാണ് നമ്മളെ കൊണ്ടുവന്നത്. രണ്ടാമത് ദൈവസന്നിധിയിൽ വരുമ്പോൾ കരയുന്ന കണ്ണുനീരെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ, പ്രതിസന്ധികൾ ഓർക്കുമ്പോൾ, വെല്ലുവിളികൾ ഓർക്കുമ്പോൾ അതിനെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അതേ വേട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ബിജു പാസ്റ്റർ അത് ഓർപ്പിച്ചു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യമാണ് കാലപ്പഴക്കം ചെന്ന വിഷയങ്ങൾ. ഓ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ 14-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് വെളിപ്പാടായിട്ട് നൽകിയത്, ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ അടങ്ങി പാർത്തിരുന്നു, എന്നാൽ ഞാൻ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധർ പറയുന്നു, ചില വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന ചില വിഷയത്തിന്റെ മേൽ ഒരു മറുപടി വെളിപ്പെടാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കരം തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര കാലപ്പഴക്കമുള്ള രോഗമാകട്ടെ, എത്ര കാലപ്പഴക്കമുള്ള വിഷയമാകട്ടെ, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി ഒരു വലിയ വിടുതൽ ഇപ്പോൾ അയക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുവാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അരമത്യക്കാരനായ യോസഫ് വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ബ്ലസ്സന്റെ നല്ല മെസ്സേജ് നമുക്ക് കേൾക്കാനിടയായി. അതിനോട് ചേർന്ന് തന്നെ ഈ മെസ്സേജ് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ കഷ്ടതയുടെ സമയത്ത്, സന്തോഷം അനുഭവിക്കുന്ന സമയത്തെക്കാളും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലരുണ്ട്. അവർ നമ്മുടെ കൂടെ കാണും, അവർ വന്നാൽ കൊള്ളാം, അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, നമ്മുടെ സഹായത്തിനുണ്ടായിരുന്നു. അതുപോലെ യേശുവും പ്രതീക്ഷിച്ച് കാണും. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ ശവശരീരം കൊണ്ടുപോകുവാൻ വേണ്ടി ആമേൻ പ്രതീക്ഷിച്ച പലരും അവിടെ വന്നിട്ടില്ലായിരുന്നു. ആമേൻ. നമുക്കൊന്ന് നോക്കാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. യേശുവിൻ്റെ ശരീരം കൊണ്ടുപോകുവാൻ വേണ്ടി ഒരുപാട് പേര് യേശുവിൻ്റെ പരശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത നിരവധി ആളുകളുണ്ടല്ലേ. അതിൽ നമുക്ക് 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യം പ്രാപിച്ചു പോയി. പക്ഷെ ഒരു വ്യക്തി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? നന്ദി പറയാൻ വന്നിട്ടുള്ളൂ. പക്ഷെ യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബാക്കി 9 പേരെവിടെ നിന്നാണ്? ബാക്കി 9 പേരെവിടെ നിന്നാണ്? അദ്ദേഹം 9 പേരോടും പറഞ്ഞു കാണും, എടാ നമുക്ക് വിടുതൽ തന്ന യേശു അല്ലേ, സൗഖ്യം തന്ന യേശു അല്ലേ, ആമേ പാളയത്തിന് പുറത്ത് കിടന്ന നമ്മെ, എല്ലാവരാലും ഒതുക്കപ്പെട്ട് കിടന്ന നമ്മെ ഈ യേശു അല്ലേ വിടുവിച്ച് 10 പേരുടെ മുമ്പിൽ നിർത്തിയത്. അപ്പൊ അവരെല്ലാം പലതും ഒഴിവ് പറഞ്ഞു മാറിയപ്പോൾ ഭൂരിപക്ഷം പേരും ദൈവത്തിന് നന്ദി പറയാത്തവരാ. വേണമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാം. ഇദ്ദേഹം ഒറ്റ ഒരാളെ ഉള്ളൂ യേശുവിൻ്റെ അടുക്ക വരാൻ ആഗ്രഹിച്ചത്. ഹലോ, ജോലി തിരക്ക് പറഞ്ഞില്ല, ജോലി ഉണ്ടെങ്കിലും ജോലി മാറ്റിവെച്ചു, കല്യാണം മറ്റുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ട് അവൻ യേശുവിന് നന്ദി പറയാൻ ഞായറാഴ്ച പകൽ ആരാധനയ്ക്കായി വരണം. ശനിയും ഞായറും ഒക്കെ പോയാൽ കുറച്ചുകൂടെ ഇരട്ടി ശമ്പളം കിട്ടും. ആമേൻ. ഇരട്ടി നന്മ കിട്ടും, മണിക്കൂറുകൾ ജോലിയെ നന്മ കിട്ടും. അയ്യോ അതൊന്നും എനിക്ക് വേണ്ട, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാൻ ആമേൻ ആര് ഡ്യൂട്ടിക്ക് പോയാലും ഞായറാഴ്ച പകല് ദൈവത്തെ ആരാധിക്കാൻ വരണമെന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ. സ്തോത്രം. വേറെ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല, നിന്റെ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, നന്ദി പറയാൻ. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആരാധനയ്ക്ക് ചിലരൊക്കെ ആരാധനയ്ക്ക് വന്നിട്ട് പോലും
നന്ദി പറയാതെ തിരിച്ചു പോകുന്നവരുണ്ട്. വെറുതെ വന്നിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കൈയടിച്ചൊക്കെ സത്യത്തിൽ പൊതുവെ സഭകളിലൊക്കെ സഹോദരിമാരില്ലെങ്കിൽ ഞങ്ങളുടെ കാറ്റ് പോക്കാം കേട്ടോ. ഞങ്ങളാരും സ്വോത്രം പറയുന്നില്ല. പക്ഷെ ഇവിടെ പാഷമാരൊക്കെ എന്നാ സന്തോഷം എന്നറിയാതെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ സഹോദരന്മാരെ ആത്മാവിന്റെ നിറവിൽ കരമടിച്ച് ആരാധിക്കുന്ന കണ്ടപ്പോൾ, ഓ എൻ്റെ പൊന്നു ദൈവമേ, ഇതുപോലെ കുറെ ദൈവമക്കളെ ഞങ്ങൾക്ക് നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാ സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് സഹോദരന്മാരെ. ഉണ്ടോ? നിങ്ങളെ ഓർത്താ പറയുന്നത്, നിങ്ങളൊരു സ്വോത്രം പറ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടുപേരും ഒരേ ലെവലിൽ ആരാധിക്കുക. സത്യത്തിൽ പറഞ്ഞാൽ ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് ഒരു വാക്ക് നന്ദി പറഞ്ഞിട്ട് പോയിക്കോ, ബാക്കിയുള്ള കാര്യം അത് ദൈവം ചെയ്തോളും. ഒരു സ്വോത്രം പറഞ്ഞ എല്ലാവരും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നിറ കണ്ണുകളോട് അവിടെ അവരുടെ ഡ്രസ്സ് എങ്ങനെ ഇരിക്കുന്നു, ഇവരുടെ ഡ്രസ്സ് എങ്ങനെ ഇരിക്കുന്നു, അവരെങ്ങനെ നിൽക്കുന്നു, വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെങ്ങനെ നിൽക്കുന്നു. നോ, നമ്മൾ കണ്ണടച്ച ആത്മാവിന്റെ നിറവിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എനിക്ക് ഒരു അവസരം തന്നില്ലല്ലോ, എനിക്ക് പാടാനായിട്ടൊരു അവസരം തന്നില്ല, എനിക്ക് പ്രസംഗിക്കാൻ, അങ്ങനെയൊന്നും അല്ല. നിന്റെ അവസരം വരുന്നുണ്ട് പുറകാലെ, നിന്റെ അവസരം പുറകാലെ വരുന്നുണ്ട്. നീ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ കൊടുക്കാൻ തയ്യാറായിക്കോ. ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കാൻ പോകുകയാ. സ്തോത്രം. 24 മൂപ്പന്മാർ ദൈവസന്നിധിയിൽ വന്നിട്ട് അവരവരുടെ കിരീടങ്ങളെ കർത്താവിന് മുമ്പിൽ വെച്ചിട്ട് കുഞ്ഞാടിന് മുമ്പിൽ, കുഞ്ഞാടേ നീ സ്തുതിക്ക്. ഞാൻ അവരോട് ചോദിച്ചു, എടാ എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ കിരീടം കിട്ടിയെന്നറിയാമോ? ഇതെന്തിനാ തലയെന്ന് മാറ്റി വെച്ചേ? അപ്പൊ പറയുക, ഈ കുഞ്ഞാടാ ഞങ്ങൾക്ക് കിരീടം തന്നത്. അപ്പൊ കുഞ്ഞാടിന്റെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കിരീടത്തെക്കാളും വലുത് കിരീടം തന്ന കർത്താവ് വലുത്. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ജോലിയെക്കാളും വലുതാ നിന്റെ കർത്താവ്. നിന്റെ കുടുംബത്തെക്കാളും വലുതാ കുടുംബം തന്ന ദൈവം. നിന്റെ തലമുറയെക്കാളും വലുതാ തലമുറ തന്ന ദൈവം. അല്ലെ, നിന്റെ ആരോഗ്യത്തെക്കാളും വലുതാ ആരോഗ്യം തന്ന ദൈവം. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആമേ ഹെഡ് വെയിറ്റ് ഇല്ലാതെ താഴ്മയോടെ വിനയത്തോടെ ആമേ ജീവനുള്ള കർത്താവിനെ യേശുവിനെ ആരാധിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് ആമേ പറന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ എന്ന് ആമേ രാപ്പകലില്ലാതെ സറാഫുകൾ ആരാധിക്കുമ്പോൾ ആമേൻ അവിടുന്ന് സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഈ സറാഫുകൾ കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന ഇതിന്റെ അകത്ത് വെളിപ്പെടുന്ന ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദൈവദാസനെ, ഈ സറാഫുകൾക്ക് 6 ചിറകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് എന്ത് ചെയ്തു? മുഖം മൂടി. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാണ് ഈ സറാഫുകൾ 2 കൊണ്ട് മുഖം അങ്ങ് മൂടിയത്? 6 ചിറകം കൊണ്ട് അങ്ങ് പറന്നൂടെ? മുഖം മൂടിയത് എന്തിനാ? സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല പൊന്നെ, ചിലരൊക്കെ പറയാറുള്ളത് ഒരു ദൈവദൂതനെ പോലെ പോവുക, എന്നെ ഗ്ലാമറാ അല്ലേ, ദൈവദൂതനെ പോലെ പോകുക. ഗ്ലാമർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ കർത്താവിന്റെ സന്നിധി വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 അതിശ്രേഷ്ഠൻ. ഉത്തമഗീതത്തിൽ ശൂന്യങ്കാരി പറയുന്നു, എന്റെ പ്രിയനെ പോലെ സുന്ദരനായ വേറെ ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും ഇനി കാണുകയില്ല. ഇന്ന് പകൽ ദൂതന്മാർക്ക് മനസ്സിലായി, ആമേൻ, ദൈവത്തിന്റെ മുമ്പിൽ എൻ്റെ പ്രിയ സുന്ദരനായ യേശുവിന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ സൗന്ദര്യം ഒന്നുമല്ല, ഇവിടെ കർത്താവാണ്. വെണ്മയും ചുമപ്പുള്ളവൻ 10,000 അതിശ്രേഷ്ഠൻ. നമ്മുടെ ഗ്ലാമർ കാണാൻ വന്നതല്ല, അടുത്തിരിക്കുന്നവരുടെ ഗ്ലാമർ കാണാൻ വന്നതല്ല. എൻ്റെ പ്രിയനെ പോലെ സുന്ദരനായ എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയ
പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോവൻ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുകൊണ്ട് പാദം മൂടി. എന്തുകൊണ്ട്? ദൂതന്മാര് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? നിശ്ചയമായും വലിയ പ്രവൃത്തി ചെയ്യുന്നത്. ഒരൊറ്റ ദൂതന അശൂർ പാളയത്തിൽ ഇറങ്ങി 1,85,000 പേര് എന്ത് ചെയ്ത് സംഗ്രഹിച്ച് കളഞ്ഞത്? ഒരൊറ്റ ദൂതന. പ്രവൃത്തിയൊന്നും ചെയ്തില്ലേ? ദൂതന്മാർ ഒത്തിരി പ്രവൃത്തി ചെയ്തു. പക്ഷെ യേശുവിന്റെ മുമ്പിൽ വന്നപ്പോൾ, യേശു ചെയ്ത പ്രവൃത്തി ഓർത്തപ്പോൾ അവരുടെ പ്രവൃത്തി ഒന്നും ഇല്ലാതായി. ഹലോ, നാട്ടിലൊക്കെ ഉണ്ട്, ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഫാന് നോക്കിക്കൊണ്ടിരിക്കും. പറയും, ഈ ഫാന് കൊടുത്താരെന്നറിയാം. ഒരു സഹോദരൻ തൊട്ടടുത്ത സഹോദരനെ തട്ടിയിട്ട് പറയുക, ആ ഫാന് നന്നായിട്ട് കറങ്ങുന്നുണ്ടല്ലേ, ആ നല്ല കാറ്റാ. ആര് കൊടുത്തെന്നറിയോ? എൻ്റെ മകൻ UK-ലാ. അവനെ സ്പോൺസർ ചെയ്ത് 5 ഫാനും ആലയത്തിൽ വന്നിരുന്നെന്ന് പറയാ. ഹലോ, കേൾക്കുന്നുണ്ടോ? സ്തോത്ര. കർത്താവ് ചെയ്ത പ്രവർത്തികൾ ഓർത്താൽ നമ്മൾ എന്തൊക്കെയോ അങ്ങ് ഭയങ്കര ചെയ്തിട്ടത് ഇങ്ങനെ വന്ന് നെളിഞ്ഞിരിക്കുക. ഞാനാണ്, ഇതെല്ലാം ചെയ്തത് ഞാനാണ്. നോ, കർത്താവ് ചെയ്തതിന്റെ ഒരു അംശം നീ ചെയ്തിട്ടുണ്ടോ? നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ ഓർത്താൽ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നാ പറയുന്നേ? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നാ പറയുന്നത്? നിനക്ക് ലഭിച്ച ഏറ്റവും നല്ല അവസരമാ ഈ UK-യിൽ ഏറ്റവും നല്ലൊരു അവസരമാ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ. പക്ഷേ ബാക്കി 2 ചിറകുകൾ കൊണ്ട് അവർ പറന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ എന്ന് പറഞ്ഞ് രാപ്പകലില്ലാതെ ആരാധിക്കണം. ഞായറാഴ്ച മാത്രമല്ല, എന്നും ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങൾ അർപ്പിക്കണം. ആ 10 പേരിൽ ഒരാൾ വന്നു. ആ ഒരാളെങ്കിലും യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങാൻ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ വന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വരാം. 4 സഹോദരന്മാർ കവർന്ന മുമ്പിൽ യേശു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടേക്ക് അവൻ ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയി. 4 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷിൽ 4 എന്നാണ്. 4-ൽ 4 കാര്യമുണ്ട്. ആദ്യത്തെ അക്ഷരം F ആണ്. ഫെയ്ത്ത് ഉണ്ടായിരുന്നു അവർക്ക്. എടാ സഹോദരന്മാരെ, നമുക്ക് ഇവിടെ നിന്നൊന്ന് ചുമന്ന് കിട്ടിയാൽ മതി, തിരിച്ചു വരുമ്പോൾ ചുമക്കേണ്ടി വരത്തില്ല. കാരണം നമ്മൾ പോകുന്ന ഇടം വിടുവിക്കുന്ന യേശുവിന്റെ അടുക്കലാ. ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും വരുന്നവർക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഭാരത്തോടെ ആരാധനയ്ക്ക് വന്നാൽ തിരിച്ചു പോകുമ്പോൾ ആ ഭാരം കൊണ്ടുപോകത്തില്ല. കാരണം യേശു സൗഖ്യമാക്കും, യേശു വിടുവിക്കും. ആ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഒരു സ്തോത്രം പറഞ്ഞ എല്ലാവരും. 2ാമത് അക്ഷരം പറഞ്ഞേ, O എന്നുള്ള അക്ഷരമാണ്. ഒബീഡിയൻസ്, അനുസരണം ഉണ്ടായിരുന്നു. അവർ ഒരാൾ പറഞ്ഞപ്പോൾ തന്നെ 4 പേര് എന്ത് ചെയ്തു? ആമേൻ. വലിപ്പം ചെറുപ്പം ഒന്നും വേണ്ട കേട്ടാ. അഭിഷക്തന്റെ ദൈവത്തിന്റെ നിയോഗപ്രകാരം ദൈവം നിർത്തിയിരിക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം അനുസരിച്ച് ഇവിടെയുള്ള ശുശ്രൂഷകൾ, ഈ രാജ്യത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കും. ഓ റാബാഷകരിയാദല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വിജയം പാസ്റ്റർ, ഇവിടെയുള്ള ദൈവത്തിന്റെ മക്കളോട് പറയുന്നു, അവൻ വീണ്ടും ചില മേഖലകളിൽ, ഓ ഹല്ലേലൂയ, 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 ഒരു വിശാലത വരാൻ പോകുക. ചില അതിരുകളെ വിശാലമാക്കാൻ പരിശുദ്ധാത്മ പറയുന്നു. അതിരുകളെ വിശാലമാക്കാൻ പരിശുദ്ധാത്മ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. സ്തോത്രം. അടുത്ത അക്ഷരം എന്ന് പറയുന്നത് U ആണ്. യൂണിറ്റി.
അവർക്ക് 4 പേർക്കും ഐക്യതയുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നീ എന്ന് പറഞ്ഞ എൻ്റെ ചുണ്ട് നോക്കണം. നീ എന്ന് പറഞ്ഞാൽ ഈ ചുണ്ട് തമ്മിൽ ഒട്ടത്തില്ല. ഞാൻ എന്ന് പറഞ്ഞാലും ഈ ചുണ്ട് തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ഒട്ടത്തില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ചുണ്ട് തമ്മിൽ ഒട്ടത്തുള്ളൂ, അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയാൽ, നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ, പറഞ്ഞു നോക്കാം. നമ്മൾ, അല്ലേ? നമ്മൾ. അമ്മേ, നീ നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എൻ്റെ പൊന്നുഭാഷേ, ഞങ്ങൾ നാട്ടിലൊക്കെ പറയുന്നത് ഭാര്യയ്ക്ക് കൈ കൊടുക്കുമ്പോഴേ, കൈ കൊടുത്തു ഉടമ്പടി വാചകം ചൊല്ലുമ്പോൾ പറയുന്നതാ, സ്തോത്രം, ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്ന വാചകമാ, നീ എന്ത് ചെയ്യണം, ഭാര്യയെ സ്നേഹിക്കണം, 2 പോറ്റി പുലർത്തണം. ഇപ്പൊ കാലങ്ങളൊക്കെ പോയി. ഇപ്പൊ പോറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്നേ ഇപ്പൊ നേരെ തിരിച്ചാ. നാട്ടിലൊക്കെ ഇപ്പൊ നേഴ്സുമാരെയാണ് കിട്ടുന്നത്. ഇപ്പൊ എന്നറിയാമോ, ആ നേഴ്സുമാരുടെ പേരിൽ കെയർ ഓഫിൽ എന്ത് ചെയ്യുക, UK വരിക ഉണ്ടോ? സഹോദരന്മാരും പെണ്ണങ്ങല്ലേ, നിങ്ങൾ അങ്ങനെ ഒന്നായിട്ടൊന്നും എന്നെ വെറുതെ വിട്ടേക്കണം. സ്തോത്രം. പോറ്റി പുലർത്തുക. അതുകൊണ്ട് ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണല്ലോ ഭർത്താവിനെക്കാളും എല്ലാം പോയി എൻ്റെ ദൈവമേ, സ്തോത്രം. ഏതായാലും ഭർത്താവിനേക്കാളും ഞാനാ ഇച്ചിരി ശമ്പളം കൂടുതൽ, സാലറി വാങ്ങിക്കുന്ന കൂടുതൽ ഞാനാ. അവിടെ ഇച്ചിരി ദേഷ്യപ്പെട്ടാലും എൻ്റെ ഭർത്താവ് ഇങ്ങനെ അമർന്നിരുന്നോളും. ഹലോ, ഇത് കൂടെ ഉണ്ടോ? ഇവരെ പിണക്കരുത് കേട്ടോ, ഉള്ള ആരാധന പോവും. ഒരു സ്തോത്രം പറഞ്ഞ്. പക്ഷേ ഇത്രയൊക്കെ ശമ്പളം വാങ്ങിച്ചിട്ടും ഭർത്താവിന് കീഴ്പ്പെട്ട്, ഭർത്താവിനെ ബഹുമാനിച്ച്, ഭർത്താവിനെ സ്നേഹിക്കുന്ന നല്ല കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ഐക്യത വേണം. നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്യണം? ഐക്യത വേണം. ചിലർ ഈ സൗന്ദര്യം നോക്കി കല്യാണം കഴിച്ചവരുണ്ട്. സൗന്ദര്യം നോക്കി, സ്തോത്രം. ഒരു കുടുംബം സൗന്ദര്യം നോക്കി കല്യാണം കഴിച്ച് അന്ന് രാത്രി 2 പേരും കൂടെ സംസാരിച്ചു. അപ്പം ഭാര്യ ചോദിച്ചു, അച്ഛാ, എന്നെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാ? ആദ്യം എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ നീ ചായ ആയിട്ട് നീ വന്നല്ലോ, ഞാൻ നിന്നെ കാണാൻ വന്നപ്പോൾ ചായ ആയിട്ട് വന്ന സമയത്ത്, നീ തിരിച്ചു പോകുന്ന സമയത്ത് നിന്റെ നീളം കൂടിയ മുടി കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് ചോദിച്ചു, എന്നെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടെ? അച്ഛൻ്റെ അടുക്ക വന്നപ്പോഴേ, അച്ഛൻ്റെ അടുക്ക ചായ കൊണ്ട് തന്നപ്പോൾ അച്ഛൻ നല്ല ഒരു ചിരി അങ്ങ് ചിരിച്ചു. അച്ഛൻ്റെ പല്ല് കണ്ടിട്ടാ എന്ത് ചെയ്തത്, ഇഷ്ടപ്പെട്ടത്. അപ്പം ഭാര്യ ഇഷ്ടപ്പെട്ടത് മുടി കണ്ടിട്ടാ, ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് പല്ല് കണ്ടിട്ടാ. കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് പറഞ്ഞു, നമുക്ക് ഉറങ്ങാൻ ഒത്തിരി ലേറ്റ് ആയില്ലേ. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. അച്ഛൻ പറഞ്ഞു, ഏതായാലും ഉറങ്ങാൻ പോവല്ലയോ, പല്ല് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് 2 ഭാഗത്തെ പല്ലിളക്കി ഗ്ലാസ്സിനകത്ത്. അപ്പോൾ ഭാര്യയ്ക്ക് വലിയൊരു ആശ്വാസമായി. ദൈവമേ, അച്ഛാ മുടി വേണ്ടല്ലോ എന്ന് പറഞ്ഞ് മുടി പാടെ ഇളക്കി നേരെ മേശപ്പുറത്തെടുത്തങ്ങ് വെച്ചു. വല്ലാത്ത അവസ്ഥ കണ്ടോ? ഇന്നൊക്കെ കല്യാണത്തിനുണ്ടാകുന്ന മേക്കപ്പുകൾ, എൻ്റെ ദൈവമേ, കർത്താവ് നമുക്ക് തരുന്ന നാച്ചുറൽ ബ്യൂട്ടി ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഒരുപാട് മേക്കപ്പ് ഇട്ട് നിന്റെ ഉള്ള സൗന്ദര്യത്തെ ഇല്ലാതാക്കരുത്. ദൈവം നമുക്ക് തന്ന സൗന്ദര്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ തീരുന്നതല്ല കുടുംബസ്നേഹം. മനസ്സോടെ സ്നേഹിക്കണം. ഒരു സ്തോത്രം പറഞ്ഞ് സ്നേഹത്തോടുകൂടെ ഐക്യതയോടെ നിൽക്കണം. കർത്തൃദാസൻ കർത്തൃമേശ പറയുമ്പോൾ ഹല്ലേലൂയ, എന്തെങ്കിലും സ്വരച്ചേർച്ചകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ നമ്മൾ തയ്യാറാകണം. ആമേൻ, സ്തോത്രം, ആമേൻ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. എനിക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് പറയുന്നവർ, കല്യാണം കഴിച്ചവരെ പറയാം, കൈ വെക്കാവേ. സ്തോത്രം. കൈ വയ്ക്കോ, നന്നായിട്ട് വയ്ക്കോ. സഹോദരന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക, ഓർക്കണം. നിങ്ങളുടെ ഭർത്താവ് ഇടക്കണ്ടിട്ട് നോക്കുക. സ്തോത്രം. ഉണ്ടോ? ഒത്തിരി പേര് കൈ വർത്തു. എനിക്ക് എൻ്റെ ഭാര്യ കിട്ടിയത് എനിക്കൊരു അനുഗ്രഹമാണ്. അജേഷ് പാഷൻ്റെ അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ബ്രദർ വന്ന് സാക്ഷ്യം പറഞ്ഞു, ടെസ്റ്റ് മണിയുണ്ട്. പറയുകയാണ്, എൻ്റെ ബിൻസി എൻ്റെ ജീവിതത്തിൽ വന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം.
പുള്ളി അങ്ങ് ഒരു 10 കാര്യം അങ്ങ് തുറന്നു. എൻ്റെ പൊന്നു ദൈവം ഭയങ്കരമായിപ്പോ കേട്ടോ, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ ഭാര്യ കിട്ടിയത് എനിക്കൊരു അനുഗ്രഹമാണെന്ന് പറയുന്നവർ കൈ ഉയർത്തിക്കുക. നന്നായിട്ട് ഉയർത്തിക്കോ, കുടുംബത്തിൻ്റെ അകത്ത് ബഹളം ഉണ്ടാകരുത്. അവർ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ചിലർ 2 കൈ ഉയർത്തി. അതാരാ 2 കൈ ഉയർത്തി? ഒന്ന് ഉയർത്തിക്ക്, ഒന്ന് എഴുന്നേറ്റേ. എനിക്ക് അദ്ദേഹത്തിന്റെ വൈഫിനെ ഒന്ന് കാണണം. ഓ പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്താട്ടെ. ഏറ്റവും ഇഷ്ടമാണെന്നാ കേട്ടോ. വേറൊരു തലത്തിലേക്ക് നിങ്ങൾ പോകരുത്. ഈ ജീവിതയാത്രയിൽ നമ്മുടെ ഭാര്യയെക്കാളും നല്ല സൗന്ദര്യവും ആരോഗ്യവതിയും ജോലിയുള്ളവരൊക്കെ ഉണ്ടാകും. പക്ഷെ നിനക്ക് ഉടമ്പടി വാചകം ചൊല്ലി പിടിച്ചു തന്ന നിന്റെ ഭാര്യയെ നീ അവിശ്വസതയായി കാണരുത്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ. അടുത്ത 4-മതെന്ന് പറയുന്നത് റെഡി. ആർ എന്നുള്ള വിഷയമാണ്. റെഡി. അവർ തയ്യാറായി. അവർ ഒരുമിച്ച് നിന്നതുകൊണ്ട് പക്ഷപാതക്കാരൻ വിടുവിക്കപ്പെട്ടു. ഈ 4 പേര് യേശുവിന്റെ അടുക്ക വരുമെന്ന് വിചാരിച്ചു. പക്ഷെ 4 പേര് എന്ത് ചെയ്തിട്ടില്ല? വന്നില്ല. 3-മത്തെ ഭാഗത്തേക്ക് ഞാൻ വരാം. ഏറ്റവും കൂടുതൽ യേശു സ്നേഹിച്ച ഒരു കുടുംബമാണ് ലാസറിന്റെ കുടുംബം. നിങ്ങൾക്കറിയാം, ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു വരുമെന്ന് ചിന്തിച്ചു. യേശുവിന് വരണ്ട, യേശു അവിടെ നിന്ന് സൗഖ്യമാക്കിയാമായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞേനെ, ഇതുപോലെ ഒത്തിരി വിടുതലുകൾ യേശു എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റ വാക്കിൽ യേശു വിടുവിച്ചിട്ടുണ്ട്. യേശു വന്ന് സൗഖ്യമാക്കിയനെ. പക്ഷെ വന്ന് സൗഖ്യമാക്കിയെങ്കിൽ പലയിടത്തും വന്ന് സൗഖ്യമാക്കിയ അനുഭവങ്ങളുണ്ട്. അത് ആളുകൾ പറഞ്ഞേനെ. 3, യേശു ലാസർ മരിച്ച സമയത്ത് വന്നെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ, യായിറോസിന്റെ വീട്ടിൽ ഇതുപോലെ അത്ഭുതമാണ് നടന്നേ. ഇനിയും ഈ ബോഡിയെ, ലാസറിനെ അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്താണ് യേശു വന്നിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ, നയീനിലെ വിധവയുടെ മകനും ഇങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഇതൊന്നും നടക്കാത്ത സമയത്താ യേശു വന്നത്. ഞാനൊരു ദൂത് നിങ്ങളുടെ മുന്നിൽ കൈമാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത്രയും യേശു വൈകുന്നത് എന്താണ്? ആമേൻ. ഒരിടത്തും നടക്കാത്ത, ഒരു കുടുംബത്തിലും നടക്കാത്ത, ഒരു വ്യക്തിക്കും നടക്കാത്ത ഒരു വലിയ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാ യേശു ആമേൻ ഇത്രയും വൈകുന്നത്. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അല്പം വൈകുന്നെങ്കിൽ ആമേൻ ആർക്കും ഉണ്ടാകാത്ത ചില അത്ഭുതങ്ങൾ, ആർക്കും ചെയ്യാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ യേശു ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ കരം തട്ടി കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തെ സഹോദരി, ദൈവം നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് പകൽ അത്ഭുതം ചെയ്യാൻ പോകുകയാ. ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭവനത്തിന്റെ അകത്ത് ചില അത്ഭുതങ്ങൾ, ഇന്നുവരെ നടക്കാത്ത ചില അത്ഭുതങ്ങൾ, ഇന്നുവരെ നടക്കാത്ത ചില അത്ഭുതങ്ങൾ, ഇന്നുവരെ നടക്കാത്ത ചില അടയാളങ്ങൾ, ഇന്നുവരെ നടക്കാത്ത ചില വീര്യ പ്രവർത്തികൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ലാസറിനെ ദൈവം ഉയർപ്പിച്ചു. ലാസർ വരുമെന്ന് വിചാരിച്ചു, വന്നില്ല കേട്ടോ, വന്നില്ല. ഓ ഹല്ലേലൂയ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാ യേശുവിന്റെ ശിഷ്യന്മാരായ 12 പേര്. അതിലാരും വന്നില്ല. പത്രോസ് വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. പക്ഷെ പത്രോസ് വേറെ ഒരെണ്ണം കാത്തിരിക്കുകയാ. ഒന്ന് വായിച്ച് സഹായിക്കാമോ? മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 26:58. അവസാനം കാണാൻ വേണ്ടി നോക്കിയിരിക്കുക. കൂടെ നടന്ന് 3.5 വർഷം കൂടെ നടന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് സകല വഴികളും തുറന്ന പത്രോസ് ഇപ്പോൾ യേശുവിൻ്റെ അവസാനം കാണാൻ നോക്കിയിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. യേശുവിനെ വിസ്തരിച്ചിട്ടും അവസാനിച്ചു എന്ന് വിചാരിച്ചു, ഇല്ല. യേശുവിനെ ക്രൂശിച്ചു, അവസാനിച്ചു എന്ന് വിചാരിച്ചു, അവസാനിച്ചില്ല. യേശുവിൻ്റെ ശരീരത്തിൽ ആമേ ചാട്ടവാറകൾ കൊണ്ട് അടിച്ചു. യേശുവിൻ്റെ ശരീരത്തിൽ ആമേ തലയിൽ മുൾക്കിരീടം വെച്ചു, അവസാനിച്ചെന്ന് വിചാരിച്ചു, അവസാനിച്ചില്ല. യേശുവിനെ അടക്കം ചെയ്തു, അവസാനിച്ചെന്ന് വിചാരിച്ചു, അവസാനിച്ചില്ല. പക്ഷേ എൻ്റെ യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. റോമൻ പടയാളികളും യഹൂദ മതവും കൂടെ ചേർന്ന് നിൽക്കുകയാണ്. ഇതാ അത്ഭുതം ചെയ്തവൻ കണ്ടോ, എവിടെ കിടക്കുക? കല്ലറയ്ക്കകത്തുണ്ട്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ എവിടെ? കല്ലറയ്ക്കകത്തുണ്ട്.
ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ എവിടെയാ? കല്ലറയ്ക്കകത്തുണ്ട്. പരസ്യ ശുശ്രൂഷയെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട, എല്ലാവരും അറിയപ്പെട്ട യേശു ഇപ്പൊ എവിടെയാ? കല്ലറയ്ക്കകത്തുണ്ട്. എല്ലാവരും കൂടെ അവർ ലേബൽ എഴുതി കാണും, കല്ലറയ്ക്കകത്തുണ്ട്, കല്ലറയ്ക്കകത്തുണ്ട്. പക്ഷേ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൻ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, അവൻ കല്ലറയ്ക്കകത്തില്ല, കല്ലറയ്ക്കകത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിനൊരു ദൂത് കൈമാറാം. നിന്റെ ശുശ്രൂഷയെ ഒതുക്കുവാൻ, നിന്റെ നന്മയെ ഒതുക്കുവാൻ, നിന്റെ ഉയർച്ചയെ ഒതുക്കിക്കളയാൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ശത്രുക്കളുടെ മധ്യേ അല്പനാള് നീ ഒതുക്കപ്പെട്ടതുപോലെ തോന്നിയേക്കോ, പക്ഷേ ബഹുശക്തിയോടുകൂടെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ആത്മശക്തിയോടെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർപ്പിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഉയർപ്പിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. നിന്റെ ഉച്ച മുതൽ ഉള്ളം കാലുവരെ ശരീരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുകയാണ്. നിന്നെ ഒതുക്കിക്കളഞ്ഞ ചില ശക്തികളെ ദൈവതമ്പുരാൻ പൊളിച്ചുകൊണ്ട് അവരുടെ നടുവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിന്റെ കുടുംബത്തിന് ദൈവം തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കിയിരുന്നവരുടെ മുമ്പിൽ കൊട്ടാരത്തിലേക്ക് എത്തിച്ച ദൈവമാണ്. നിനവയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കിയിരുന്ന യോനയുടെ മുമ്പാകെ ഒന്നും സംഭവിക്കാതെ ദൈവം കരുണ തോന്നിച്ച ദൈവമാണ്. ബർബറന്മാര് പറഞ്ഞു, ഇതാ ചത്തു വീർക്കുമെന്ന് പറഞ്ഞ് പൗലോസിന് എന്ത് ഭവിക്കാൻ പോകുന്നുവെന്ന് അവസാനം കാണാൻ നോക്കിയിരുന്നവരുടെ മുമ്പിൽ അവരൊരു ദേവനെന്ന് പറഞ്ഞു. ഇന്ന് പകൽ നിന്റെ അവസാനം കാണാൻ നോക്കിയിരിക്കുന്നവരുടെ കണ്ണിന്റെ മുമ്പാകെ ദൈവം നിന്റെ ഉയർച്ചയാണ് അവരുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അക്കാര്യമൊന്ന് ഉയർത്തി പറഞ്ഞേ, ദൈവം എൻ്റെ അവസാനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ, എൻ്റെ കുടുംബത്തിൻ്റെ അവസാനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ എൻ്റെ അപകടം വരുത്തി ഇല്ലായ്മ ചെയ്യാൻ. ഓ റാബ ശകലാധിയാലമ, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ചില അപകടങ്ങൾ വരുത്തി നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവരുടെ കണ്ണിന്റെ മുമ്പാകെ ഒരു അപകടങ്ങളുമില്ലാതെ ദൈവം ഇതുവരെ നിന്നെ സൂക്ഷിച്ച എൻ്റെ മഹാദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. കരം തട്ടി അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കട്ടെ. ഇന്ന് പകൽ ഈ ആരാധനയിൽ, ഈ വിശുദ്ധ സഭായോഗത്തിൽ നിന്റെ അവസാനം കാണാൻ നോക്കിയിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്റെ തലയെ ഉയർത്താൻ പോകുകയാണ്. യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങാൻ പ്രതീക്ഷിച്ച പലരും വന്നില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി ഇതാ കയറി വരികയാണ്. അവന്റെ പേര് അരിമത്യക്കാരനായ യോസഫ്. ശ്രദ്ധിക്കണേ, 1-2 വാക്കുകൾ കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അരിമത്യക്കാരനായ യോസഫ് പ്രതീക്ഷിച്ച വ്യക്തിയല്ല. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്നെ സഹായിക്കാൻ വേണ്ടി വരുന്നത് നീ പ്രതീക്ഷിക്കുന്ന വ്യക്തിയല്ല, നീ ഊഹിക്കാൻ പോലും കഴിയാത്ത ചില വ്യക്തികളെ ദൈവത്തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി കേൾക്കുക, യേശുവിൻ്റെ ആര് മരിച്ചാലും, ക്രൂശിൽ ആര് മരിച്ചാലും വേണ്ടപ്പെട്ടവർ വന്ന് ആ ശരീരം ഏറ്റുവാങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റുവാങ്ങാൻ വന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് ആ ക്രൂശിൽ തന്നെ കിടക്കും. കഴുകന്മാർ വന്ന് ആ ശരീരത്തെ കൊത്തിപ്പറിക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ശരീരം 3 ആണികളിൽ നിന്ന് അറ്റ് താഴേക്ക് വീഴും. വീഴുന്ന ശവശരീരത്തെ കുറുക്കന്മാർ വന്ന് എന്ത് ചെയ്യും? ഭക്ഷിക്കും. ചില നാളുകൾ കഴിഞ്ഞിട്ട് റോമൻ സൈന്യങ്ങൾ വന്ന് ബാക്കിയുള്ളതിനെ ഒരു കൊക്കയിൽ കൊണ്ടിടുമെന്നാണ് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ ശരീരത്തെ യോസഫ് വാങ്ങാൻ വന്നില്ല എങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു. പക്ഷെ സംഭവിക്കത്തില്ല. എന്താണ് വാഗ്ദത്തമുണ്ട്? എന്താണ് വാഗ്ദത്തം? എൻ്റെ പരിശുദ്ധനെ
ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഈ UK ദൈവത്തമ്പുരാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും മാനിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ആമൻ, ഇവിടെയുള്ള നിയമത്തെക്കാളും വലുതാ ദൈവം നിന്നോട് പറഞ്ഞ പ്രോമിസ്. ഹല്ലേലൂയ. പ്രോമിസാണോ വലുത്, ഇവിടത്തെ നിയമമാണോ വലുത് ചോദിച്ചാൽ ദൈവം നിന്നോട് പറഞ്ഞ പ്രോമിസാണ്. നിന്റെ പ്രോമിസ് നിറവേറ്റാൻ ഇവിടെയുള്ള നിയമത്തെ പോലെ ദൈവം മാറ്റിമറിക്കും. നിയമത്തെ പോലെ മാറ്റിമറിക്കുമെന്നേ, നിയമങ്ങളെ പോലെ മാറ്റിമറിക്കുമെന്നേ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രോമിസ് നിറവേറാൻ, നിന്റെ വാഗ്ദത്തം നിറവേറാൻ ദൈവം ഇവിടെയുള്ള വാഗ്ദാനം നിയമങ്ങളെ മാറ്റും, നിയമങ്ങളെ മാറ്റും, നിയമങ്ങളെ മാറ്റും, നിയമങ്ങളെ മാറ്റും. ദൈവം ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില നിയമങ്ങളെ മാറ്റാൻ പോകുകയാ, ചിലരുടെ വാഗ്ദത്തം നിറവേറാൻ വേണ്ടി. ഓ ശബറബലബബബ. നിന്റെ തലമുറ ഈ രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകുകയാ. ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാ. കർത്തൃദാസനെ ദൈവാത്മ പറയുന്നത് ഈ UK മാത്രം നിൽക്കുന്ന ഒരു മിനിസ്ട്രി അല്ല. ആമേൻ, ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയെ ദൈവം കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും പരത്താൻ പോകുകയാണ്. ഇവിടം ചില മിഷണറിമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ, ചില രാജ്യങ്ങളിലേക്ക്, ചില ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവതമ്പുരാൻ അയക്കാൻ പോകുകയാണ്. അവിടെ ചില ചർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ, യെസ്, അതെന്റെ തലമുറയായിരിക്കും, അതെന്റെ തലമുറയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യെസ്. എന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കും, എന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും, എന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. യോസഫ് എന്താണ് ചെയ്തത്? ആമേൻ. യോസഫ് എന്താണ് ചെയ്തത്? ഒന്ന്, പൊസിഷൻ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു. പൊസിഷൻ, അദ്ദേഹം മന്ത്രിയായിരുന്നു. രണ്ട്, കല്ലറ യേശുവിനായിട്ട് വിട്ടുകൊടുത്തു, പുതിയ കല്ലറയാ. മൂന്നാമത് അവൻ വസ്ത്രം പുതപ്പിച്ചു. എന്തെങ്കിലും പ്രതീക്ഷിച്ച് കാണുമോ യോസഫ്? ഇനി ബ്ലസ്സന്റെ മെസ്സേജിലൂടെ ചേർന്ന് വരാം. പ്രതീക്ഷിച്ചാണോ ഈ ശമരിയക്കാരൻ ചെയ്തത്? എന്തെങ്കിലും പ്രതിഫലം നോക്കിയിട്ടാണോ? യോസഫിനോട് ചോദിക്കും, യോസഫ് എന്തെങ്കിലും പ്രതിഫലം നോക്കിയിട്ടാ? അവൻ യോസഫിനെല്ലാം ഉണ്ട്. യോസഫ് പറയും, ഒരു പ്രതിഫലം നോക്കിയിട്ടല്ല കേട്ടോ. കർത്താവിൻ്റെ ശരീരം ഏറ്റുവാങ്ങാൻ ധൈര്യത്തോടെ ഞാൻ ലഭിച്ച പൊസിഷൻ ഉപയോഗിച്ചത് കർത്താവിന് വേണ്ടിയാ. കല്ലറ എൻ്റെ യേശുവിന് വേണ്ടിയാ, വസ്ത്രം എൻ്റെ യേശുവിന് വേണ്ടിയാ. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു നിർത്താം, ഒന്നും പ്രതീക്ഷിക്കരുത്. കർത്താവിന് വേണ്ടി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ആമേൻ. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ, കസേര എടുത്ത് പിറക്കിയിടുമ്പോൾ, 10 പേരെ ആമേൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ള 10 പേരെ ആലയത്തിൽ കൊണ്ടുവരുന്നത് ഒന്നും കണ്ടിട്ടല്ല. ആമേൻ. പാസ്റ്റർ ചിലപ്പോൾ പേര് പറഞ്ഞില്ലെങ്കിലും, ആമേൻ, ചിലപ്പോൾ വിട്ടുപോയാലും, ആമേൻ, യേശുവിന് വേണ്ടിയാ ഞാൻ ഇത് ചെയ്തെന്നുള്ള. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? കേരളത്തിലേ ഉള്ളൂ ഈ കുറ്റം പറയുന്ന സ്വഭാവം. പാസ്റ്ററിനെ കുറ്റം പറയും, പാസ്റ്ററിനെ ഇങ്ങനെ ചെയ്ത്, വിശ്വാസികൾ എന്നെ അങ്ങനെ ചെയ്ത്. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലാത്തതിനാണ് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വല്ലം വ്യാപരിക്കുന്നെങ്കിൽ അത് വേറൊരു ആത്മാവ് വിട്ടുകളയണം. യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ചെയ്യാം. ഹല്ലേലൂയ. നീ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ല മനുഷ്യരെ പ്രസാദിപ്പിക്കാനോ, പാസ്റ്റർ പ്രസാദിപ്പിക്കാനോ, ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളെ പ്രസാദിപ്പിക്കാനോ, ഇല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഷൈൻ ചെയ്യാനൊന്നും അല്ല കേട്ടോ. യാലയത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ മഹത്വവും യേശുവിനെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു പ്രതിഫലം നോക്കരുത്. കരമുയർത്തി പറഞ്ഞ, ഒരു പ്രതിഫലം ഞാൻ നോക്കത്തില്ല. ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു പ്രതിഫലം ഇല്ലെങ്കിലും കർത്താവ് പ്രതിഫലമായി കൊടുക്കത്തില്ലേ? എൻ്റെ പൊന്നു ദൈവമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആമേൻ. ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്തവനെ ദൈവം എന്ത് ചെയ്യും? പ്രതിഫലം കൊടുക്കാതെ പോകത്തില്ല. ഹൂരും അഹരോനും കൂടെ മോസസിന്റെ കരമൊന്ന് താങ്ങിയപ്പോൾ, കേൾക്കുന്നുണ്ടോ? ഒന്ന് താങ്ങി കൊടുത്തുള്ളൂ. പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ. പക്ഷെ ദൈവ തമ്പുരാൻ അത് എഴുതി വച്ചു. അഹരോനെ മഹാപുരോഹിതനാക്കി. ഹൂരിന്റെ കൊച്ചുമകനായ ബെസലേലിനെ ദൈവം വിശേഷ ജ്ഞാനവും കൃപയും കൊടുത്തുകൊണ്ട് സമാഗമന കൂടാരം പണിയാൻ ദൈവം ഏൽപ്പിച്ചു.
സമാഗമന കൂടാരം പണിയാൻ പ്ലാൻ കൊടുത്തത് ആർക്കെന്നറിയാമോ? മോസസിനാ. ഇതൊന്നും ആര് കണ്ടിട്ടില്ല? ബെസലേൽ കണ്ടിട്ടില്ല. പക്ഷെ ദൈവിക ജ്ഞാനം കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മോസസിന്റെ അതേ തലത്തിൽ എന്ത് കർത്താവ് മോസസിന് വെളിപ്പെടുത്തിയോ അതേ ലെവലിൽ ആര് ചെയ്തു? എന്താ കാരണം? സ്തോത്രം, തൻ്റെ വലിയപ്പച്ചൻ മോസസിന്റെ കരം, ദൈവദാസന്റെ കരം ഒന്ന് താങ്ങാൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, ബുദ്ധിയില്ലാത്ത, ദൈവിക ജ്ഞാനമില്ലാത്ത ആ തലമുറയുടെ മേൽ, ആ കൊച്ചു തലമുറയുടെ മേൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറച്ചെന്ന്. ഓ യേശുവിന്റെ നാമത്തിൽ നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് നിന്റെ തലമുറകൾക്ക് അത് പ്രയോജനപ്പെടാൻ പോകുകയാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ എവിടെയാണോ നിന്റെ തലമുറ പരാജയപ്പെട്ടിരിക്കുന്നത്, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നിന്റെ തലമുറയുടെ മേൽ വിശേഷ ജ്ഞാനം ദൈവം തരാൻ പോകുകയാണ്. ഇനി തീർന്നില്ല. ആമേൻ. ക്രൂശ് ചുമന്ന ശിമയോന്റെ 2 തലമുറകൾ നിർബന്ധിച്ച് ചുമന്നതാ. ചിലരൊക്കെ പാസ്റ്റർ നിർബന്ധിച്ച് ചിലപ്പോൾ പറയും. അതൊക്കെ നമുക്ക് പ്രയാസമായിട്ട് തോന്നുമെങ്കിലും അങ്ങ് ചെയ്തേക്കണം കേട്ടോ. ഒരു സ്തോത്രം പറഞ്ഞേ. ആ ചെയ്തുകൊണ്ട് എന്നാ ചെയ്തേ, എന്നാ സംഭവിച്ചേ? ആമേൻ. അതിൽ രൂബേൻ, അലക്സാണ്ടർ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരുവനെ ദൈവം ആ പീലാത്തോസിനെ പോലെ വലിയ റോമിലെ ഗവർണറാക്കി, ഒരുവനെ പത്രോസിനെ പോലെ വലിയൊരു അപ്പോസ്തലനാക്കി. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ യോസഫിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കാണുമോ? വേഗം ഞാൻ നിർത്താം. യോസഫിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കാണുമോ? നമുക്ക് നോക്കാം. ഈ കുരിശ് പണിതത് ആശാരിയ, ആണി പണിതത് കൊല്ലന, തലയിൽ വച്ചിരുന്ന മുൾക്കിരീടം പ്രകൃതിയിൽ നിന്ന് മുളച്ചതാ, കല്ലറ കൊടുത്തത് യോസഫ. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മുൾക്കിരീടം എവിടെ പോയെന്നറിയില്ല, ആണി എവിടെ പോയെന്നറിയില്ല. കുരിശ് ചിലരൊക്കെ അങ്ങ് വീതിച്ചെടുത്തു, അത് വർഷത്തിലൊരിക്കൽ ചിലരൊക്കെ ചുമന്നു കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഈ കല്ലറ ഇപ്പോഴും ഉണ്ട്. ഹലോ, നിങ്ങൾ ആമേൻ പറയാമോ? ആര് കൊടുത്ത കല്ലറ? യോസഫ് കൊടുത്ത കല്ലറ. എൻ്റെ ഒരു പക്ഷേ ആമേൻ, ഈ 2024 വർഷങ്ങൾ കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും അല്ല കേട്ടോ. എത്ര ബോംബ്, ആമേൻ, എത്ര ആമേൻ ആക്രമണങ്ങൾ, എത്ര യുദ്ധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ആമേൻ ഒന്നുപോലും ആമേൻ ഈ കല്ലറയെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര നോക്കി അതിനെ നശിപ്പിക്കാൻ, പക്ഷേ അത് ദൈവം യോസഫിലൂടെ കൊടുത്ത കല്ലറ ഇന്നും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ആമേൻ. അത് ഓർക്കുമ്പോൾ യോസഫിനെ ഓർക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. നാളെയുടെ കാലത്ത് ചരിത്രം തെളിയിക്കാൻ പോകുക ഈ മഹനീയം ദൈവസഭ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ ഇവാൻ റോബർട്സിനെ ദൈവം വെയിൽസിൽ ഉപയോഗിച്ച് ഇന്നും ലോക ചരിത്ര സംഭവമായി മാറിയതുപോലെ ആമേൻ ഈ മഹനീയം ആമേൻ ഫെലോഷിപ്പ് ലോകം അറിയപ്പെടുന്ന തലമുറകൾക്ക് കൈമാറുന്ന നിലയിൽ ഒരു വലിയ ഉണർവ് ഇതിന്റെ അകത്തുനിന്നുണ്ടാകാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, യൂദയെപ്പോലെ നീ നിൽക്കാതെ, യൂദയെപ്പോലെ നീ ചിന്തിക്കാതെ, യൂദയെപ്പോലെ നീ ഒറ്റിക്കൊടുക്കാതെ, നീ മറ്റുള്ളവരെ പോലെ യേശുവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ പുതിയ വെളിപ്പാടുകൾ യോഹന്നാനെ പോലെ ദൈവതമ്പുരാൻ നിന്റെ മേൽ തരാൻ പോകുകയാണ്. ഒരു സാധാരണ നില ആഗ്രഹിക്കരുത്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു സാധാരണ നില ഈ സഭ ആഗ്രഹിക്കരുത് കേട്ടോ. ഒരു അസാധാരണമായ പ്രവൃത്തിയിലേക്ക് ലോകത്തെ പിടിച്ചടക്കുന്ന, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു കൂട്ട യൂത്തിനെ ദൈവം ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. അത് അവിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. തീർന്നില്ല. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ. മത്തായി സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു, മോനെ കല്ലറ തന്ന ആരെന്നറിയാമോ? അരിമത്യക്കാരനായ യോസഫ. നീ അവൻ്റെ പേര് എഴുതി വെക്കണം. അത് മാത്രമല്ല, അവൻ ധനവാൻ എന്നുകൂടെ എഴുതി വെക്കണം.
മർക്കോസ് സുവിശേഷം എഴുതി. മർക്കോസിനോട് കർത്താവ് പറഞ്ഞു, നീ എഴുതി വെക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്നവനെന്നും ശ്രേഷ്ഠ മന്ത്രിയായവനെന്നും എഴുതി വെക്കണം. മന്ത്രി പദവി എഴുതി വെച്ചു. ഒന്ന് ധനവാനെന്ന് എഴുതി വെച്ചു, പദവി എഴുതി വെച്ചു. ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ അവനോടും പറഞ്ഞു, അവൻ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്നവൻ, നല്ലവൻ, നീതിമാനെന്ന് എഴുതി വെക്കണം. യോഹന്നാൻ സുവിശേഷം എഴുതി. അദ്ദേഹത്തോടും പറഞ്ഞു, അവൻ ആരെന്നറിയാമോ? എൻ്റെ രഹസ്യ ശിഷ്യനാ. വേറെ ആരും സുവിശേഷം എഴുതിയിട്ടില്ല. 4 പേര് എഴുതി. 4 പേരോടും യോസഫിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. പലരുടെയും പലതും സുവിശേഷങ്ങൾ കാണാതിരിക്കുമ്പോൾ യോസഫിനെ ഏത് സുവിശേഷം മറിച്ചാലും യോസഫിൻ്റെ പേരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ നല്ല മനസ്സോടെ കർത്താവിന് വേണ്ടി നിന്നാൽ, ആ ക്രൂശ് ചുമക്കാൻ തയ്യാറായാൽ, ആ ക്രൂശിനെ ചുമക്കാൻ തയ്യാറായാൽ, നിന്നെയും നിന്റെ കുടുംബത്തെയോ മാനിക്കാൻ പോകുക. എല്ലാവരും ദിവസം നിന്ന് എഴുന്നേറ്റാട്ടെ. ദൈവത്തോട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ അരിമത്യക്കാരനായ യോസഫിനെ പോലെ യേശുവിൻ്റെ ക്രൂശ് ചുമക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുക തന്നെ ചെയ്യും. അവൻ ക്രൂശും എടുത്തിന് ഞാനൻ യേശുവെ പിൻചെല്ലുകയാൽ നമുക്കൊരുമിച്ച് പാടാം. നമുക്ക് ദൈവത്തിന് മഹത്വം കരട്ടെ. ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ചാട്ടെ. എല്ലാവരും സമർപ്പിച്ചാട്ടെ കർത്താവിന് വേണ്ടി. എൻ്റെ യേശു എനിക്ക് ചെയ്ത എല്ലാ നന്മകളെ ചൊല്ലിക്കൊണ്ട് എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. ഇനിയുള്ള നാളുകൾ എൻ്റെ യേശുവിന് വേണ്ടി ആ ക്രൂശ് ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിഫലം നോക്കിയിട്ടല്ലപ്പാ, പ്രതിഫലം നോക്കിയിട്ടല്ല. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, ക്ലേശം വരും നേരമെല്ലാം ക്രൂശീലൻ പ്രശംസയാ, യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിലൻ പ്രശംസയാ, യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്രൂശുമെടുത്തിനി, ക്രൂശുമെടുത്തിനി ഞാനൻ യേശുവേ പിൻചെല്ലുകയാ. പാരിൽ പരദേശിയായി ഞാൻ മോശ വീട്ടിൽ പോകയാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ ഇനിയുള്ള നാളുകൾ എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശുവിന് വേണ്ടി ഒരു പ്രതിഫലവും നോക്കാതെ
ആരെങ്കിലും ഉയർത്തുമെന്നോ മാനിക്കുമെന്നോ പേര് പറയുമെന്നോ അല്ല. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്നാലാവോളം എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എൻ്റെ സമ്പത്ത് എൻ്റെ യേശുവിനായി ഞാൻ പ്രയോജനപ്പെടുത്തും എന്നാഗ്രഹിക്കുന്നവർ തീരുമാനമുള്ള ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കരം സ്വർഗം കാണട്ടെ. എൻ്റെ യേശു അത് കാണട്ടെ. നീ ചെയ്തതിനെല്ലാം ദൈവം പ്രതിഫലമായി ദൈവം നിനക്ക് നിന്റെ തലമുറകൾക്ക് അനുഗ്രഹമാകും. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഈ സഭയെ ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഈ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എല്ലാ വാത്സല്യ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഇവർ യേശുവിനായി അധികം പ്രയോജനപ്പെടട്ടെ. ഞങ്ങളുടെ അഭിഷക്തൻ ബിജു പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം കൊടുത്ത വലിയ കാഴ്ചപ്പാടിനായി സ്തോത്രം. ഒത്തിരി തകർത്ത് കളയാൻ, ഇല്ലായ്മ ചെയ്യുവാൻ മത്സരികളുടെ മുമ്പിൽ ഒരു അടയാളം പോലെ അത് തലമുറകൾ കാണത്തക്ക നിലയിൽ അത് പൂത്ത് തളർത്ത ഫലം കായ്ച്ച ആ ഒരു നിലയിലേക്ക് ആമേൻ ദൈവം കൊടുത്ത നിയോഗപ്രകാരം ഈ യുകെയിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് പോലെ അനേക രാജ്യങ്ങൾ ദൈവം തമ്പനെ ഉപയോഗിക്കണമേ. അഭിഷക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സഭയെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നു. മറ്റുള്ള 9 സഭകളെയും അനുഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. അവസരം ഒരുക്കിയ ബഹുമാന്യനായ ദൈവദാസന് ആമേൻ സഭയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.